ഡിയർ ഫ്രണ്ട്സ്, LICയിലെ നല്ലൊരു യൂലിപ്പ് പ്ലാൻ പറഞ്ഞുതരാം. യൂലിപ്പ് പ്ലാനുകളിൽ ഒരു വ്യക്തി സപ്പോസ് ഒരു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് ഡെത്ത് സംഭവിച്ചു. അപ്രോക്സിമേറ്റ് LIC പ്രൊവൈഡ് ചെയ്യുന്നത് 42 ലക്ഷം രൂപയാണ്. ഇൻഷുറൻസ് കവറേജ് ഉള്ളത് കാരണം ക്ലെയിം എമൗണ്ട് ആണ് കൊടുക്കുക. ഈ ഒരു ചാർട്ട് നോക്കിക്കോളൂ. ഒരു വ്യക്തി 50,000 രൂപ വെച്ച് അദ്ദേഹം യൂലിപ്പ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നോമിനിക്ക് 42 ലക്ഷം രൂപയാണ് LIC പ്രൊവൈഡ് ചെയ്യുക. ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് വളരണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 കൊല്ലെങ്കിലും നമ്മൾ സമയം കൊടുക്കണം. ചില ആൾക്കാർ അത്ര പോലും കൊടുക്കാറില്ല. ചില സമയത്ത് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ പോയിട്ട് കംപ്ലീറ്റ് പിൻവലിക്കാറുണ്ട്, നഷ്ടം വരാറുണ്ട്. അത് ഒഴിവാക്കാനാണ് ഈ 5 കൊല്ലം ലോക്കിംഗ് പീരീഡ്. ഇനി അദ്ദേഹത്തിന് ദൈവം സാധിച്ച് ഡെത്തൊന്നും സംഭവിച്ചില്ല. 5 കൊല്ലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഫണ്ട് പിൻവലിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത തുക 30 ലക്ഷം രൂപയാണ്. അപ്രോക്സിമേറ്റ് അദ്ദേഹത്തിന് 47 ലക്ഷം രൂപ കിട്ടുന്നതാണ്. അപ്പോൾ യൂലിപ്പ് പ്ലാനുകൾ ഫേമസിലൊക്കെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ നമ്മളുടെ പർപ്പസ് എപ്പോഴാണ് മീറ്റ് ചെയ്യേണ്ടത് ആ സമയം വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുവരെ നമുക്ക് ലൈഫ് കവറേജ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ 7 കൊല്ലത്തിനോ 10 കൊല്ലത്തിനോ 5 കൊല്ലത്തിനോ എത്ര കൊല്ലം നമ്മൾ ടൈം ചൂസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് കോമ്പൗണ്ടിങ് ഗ്രോത്ത് കിട്ടുന്നതാണ്. ലോകത്തിലെ തന്നെ തേർഡ് ലാർജസ്റ്റ് സ്ട്രോങ് ഇൻഷുറൻസ് ബ്രാൻഡാണ് LIC. 2020 സ്റ്റാർട്ട് ചെയ്ത ഒരു ഫണ്ടിന് 2026 ആകുമ്പോൾ LIC കൊടുത്തിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.60% ആണ് CAGR. അപ്പോൾ LICയിലെ യൂലിപ്പ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.